തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് രാജ്യം. അവസാനവട്ട ചർച്ചകളുമായി മുന്നണികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സിപിഐഎം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമായി. കണ്ണൂരിൽ എം വി ജയരാജനും വടകരയിൽ കെ ശൈലജയും പത്തനംതിട്ടയിൽ ഡോക്ടർ ടി എം തോമസ് ഐസക്കും മത്സരിക്കും. എ വിജയരാഘവൻ പാലക്കാടും മന്ത്രി കെ രാധാകൃഷ്ണൻ ആലത്തൂരും സ്ഥാനാർത്ഥിയാകും. എറണാകുളം, പൊന്നാനി, മലപ്പുറം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വത്തിൽ ധാരണയായിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 15-ൽ 12 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയുടെ ഒറ്റപ്പേരിലേക്ക് സിപിഎം എത്തിക്കഴിഞ്ഞു. ജില്ലാ സെക്രട്ടറിമാർ, എംഎൽഎമാർ, മുൻമന്ത്രിമാർ, എംപിമാർ എന്നിവരെയെല്ലാം അണിനിരത്തിയാണ് സിപിഎമ്മിന്റെ പട്ടിക. കാസർഗോഡ് എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ, കണ്ണൂർ എം വി ജയരാജൻ, ആറ്റിങ്ങലിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ്, ഇങ്ങനെ 3 ജില്ലാ സെക്രട്ടറിമാരാണ് മത്സരരംഗത്തിറങ്ങുന്നത്. മുതിർന്ന നേതാക്കളായ കെ ശൈലജ വടകര, എളമരം കരീം കോഴിക്കോട്, എ വിജയരാഘവൻ പാലക്കാട്, തോമസ് ഐസക് പത്തനംതിട്ടയിലും മത്സരത്തിനിറങ്ങും. സ്ഥാനാർത്ഥിത്വത്തിന് താൽപര്യമില്ലെന്നറിയിച്ചെങ്കിലും ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണനെയും ചാലക്കുടിയിൽ മുൻമന്ത്രി സി രവീന്ദ്രനാഥിനെയും തന്നെ കളത്തിലിറക്കാനാണ് സിപിഎം തീരുമാനം. ഇടുക്കിയിൽ ജോയ്സ് ജോർജ് 3ാം വട്ടവും സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു. ജില്ലാ നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിന് ശക്തമായ എതിർപ്പുണ്ടെങ്കിലും സിറ്റിംഗ് എം പി എം ആരിഫ് തന്നെ ആലപ്പുഴയിൽ മത്സരിക്കട്ടെയെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. രാഷ്ട്രീയ അടിത്തറയുണ്ടായിട്ടും വിജയം നേടാനാകാത്ത കൊല്ലത്ത് മുകേഷ് MLA ആണ് ഭാഗ്യപരീക്ഷണത്തിനിറങ്ങുന്നത്. പൊന്നാനിയിൽ ആര് മത്സരിക്കണമെന്ന് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കട്ടെയെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. മലപ്പുറത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അബ്ദുള്ള നവാസ്, SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു എന്നിവരുടെ പേര് ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി. എറണാകുളത്തും തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന് വിട്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.